ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 88. നമ്മൾ 45-ാമത്തെ ഉപനിഷത്തായിട്ട് കഠരുദ്രോപനിഷത്തിൻ്റെ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ ഭാഗമാണ്. ഇവിടെ പറയുന്നത് അപര സയൻസ് ഈ ബ്രഹ്മതത്വം മനസ്സിലാക്കാൻ പ്രാപ്തമല്ല. അതിനെപ്പറ്റിയാണ് പറയുന്നത്. സയൻസ് 2 തരമുണ്ട്. ഒന്ന് ആധുനിക സയൻസ്, അതിന് അപര സയൻസ് എന്ന് പറയും. എന്നാൽ അത് ക്വാണ്ടം മെക്കാനിക്സ് വരെ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതെങ്ങനെ അത് ഇതെല്ലാമായിട്ട് മാറി ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ളതായിട്ട് മാറി, അതിനാണ് പരാസയൻസ് എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ ബ്രഹ്മജ്ഞാനം നേടാൻ പറ്റുള്ളൂ. ആ സയൻസിലൂടെ, അതും സയൻസ് തന്നെയാണ്. അതെല്ലാം നമുക്ക് പിന്നീട് അടുത്ത് തന്നെ കാണാം. അടുത്ത വേദം ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ക്ലാസ് അടുത്ത് തന്നെ ആരംഭിക്കും. അവിടെ സയൻസിലൂടെ തന്നെ വ്യാഖ്യാനിച്ചു പോകും. ഇവിടെ ഇപ്പം എന്താ പറയുന്നതെന്ന് നോക്കാം. യദാഹ്യേ വൈഷ ഏതസ്മിന്നൽപമപ്യന്തരം നര വിജാനാതി തദാ തസ്യ ഭയം സ്യാന്നാത്ര സംശയ അസൈവാനന്ദകോശേന സ്തംഭാന്ധാ വിഷ്ണുപൂർവകാ ഭവന്തി സുഖിനോ നിത്യം താരതമ്യക്രമേണ തു തത്തത്പദവിരക്തസ്യ ശ്രോതിയസ്യ പ്രസാദിന സ്വരൂപഭൂത ആനന്ദ സ്വയംഭാതി പരേ യഥാ നിമിത്തം കിഞ്ചിദാശ്രിത്യ ഖലു ശബ്ദപ്രവർത്തതേ യതോ വാചോ നിവർത്തന്തേ നിമിത്തം നാമഭാവത നിർവിശേഷേ പരാനന്ദേ കഥം ശബ്ദപ്രവർത്തതേ തസ്മാദേതന്മനഃ സൂക്ഷ്മം വ്യാപൃതം സർവഗോചരം. ബ്രഹ്മത്തിൽ നിന്നും അല്പം പോലും അകന്നു കഴിയുന്നവന് ഭയമകലില്ല. ചെറിയ പുൽക്കൊടി തൊട്ട് വിഷ്ണു വരെയുള്ള സകലതും ബ്രഹ്മത്തിൽ നിത്യാനന്ദം അനുഭവിക്കും. എല്ലാറ്റിലും വിരക്തി വന്നവനും ഈ നിത്യാനന്ദ സുഖം അനുഭവിക്കും. ശബ്ദം ഏതെങ്കിലും നിമിത്തത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. പഞ്ചതത്വത്തിൽ നിമിത്തഭാവമുള്ളതിനാൽ, എന്നാൽ പരമാനന്ദ സ്വരൂപം സർവ വിഷയശൂന്യമാണ്. അതിൽ ശബ്ദം നിലനിൽക്കില്ല. മനസ്സ് സൂക്ഷ്മവും സർവഗോചരവുമാകുന്നു. ഇവിടെ പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് അല്പമെങ്കിലും അകന്നു കഴിയുന്നവന് ഭയം അകലില്ല. നമ്മൾ ആ ബ്രഹ്മമാണ് നമ്മളായി മാറിയത്, ആ ബ്രഹ്മമാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാത്തവൻ ഭയന്നാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ സ്വയം അങ്ങ് തീരുമാനിച്ചു പോവുകയാണ്. അങ്ങനെ ഒന്ന് വരുമ്പോൾ നമുക്കെന്തില്ല, ഒരു ധൈര്യം കിട്ടില്ല, എവിടെ എത്തുമെന്നുള്ള ഒരു പിടിയുമില്ല. നേരെ മറിച്ച് നമ്മളെ ആ ബ്രഹ്മം കൊണ്ടുപോകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല. ഉദാഹരണമായിട്ട് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ പേടിയുണ്ട്, എവിടെയെങ്കിലും തട്ടുമോ മുട്ടുമൊന്നുമില്ല. എന്നാലൊരു ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണെങ്കിലോ നമ്മൾ സുഖമായിട്ടിരിക്കും. നമുക്കറിയാം ട്രെയിൻ എവിടെ ഏത് സമയം എവിടെ എത്തും, അപ്പം നമുക്ക് ഭയമില്ല. അതുപോലെ നമ്മൾ ഉള്ളിലൊരു ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത്, ബ്രഹ്മമാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാവില്ല. അതില്ല, ആ വിശ്വാസം ഇല്ലാത്തവൻ, ആ ബ്രഹ്മത്തിൽ നിന്ന് അകലുന്നവന്, അല്പം പോലും അകന്ന് കഴിയുന്നവന് ഭയം അകലില്ല. ചെറിയ പുൽക്കൊടി തൊട്ട് വിഷ്ണു വരെയുള്ള സകലതും ബ്രഹ്മത്തിൽ നിത്യാനന്ദം അനുഭവിക്കും. അപ്പം ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയാൽ മാത്രം പുല്ല് തൊട്ട് ബ്രഹ്മാവ് വിഷ്ണു വരെയുള്ള സംഗതികളും ഈ ബ്രഹ്മതത്വം മനസ്സിലാക്കുമ്പോൾ ആനന്ദം അനുഭവിക്കും. ഇത് മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതിലെ സയൻസിലോട്ട് നമുക്ക് മനസ്സിലാക്കാൻ അടുത്ത് തന്നെ. പിന്നെയോ എല്ലാറ്റിലും വിരക്തി വന്നവനും ഈ നിത്യാനന്ദ സുഖം അനുഭവിക്കും. അപ്പം നമുക്ക് എല്ലാത്തിലും വിരക്തി വന്നു കഴിയുമ്പോഴും ആ അവസ്ഥയുണ്ടാകും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വിരക്തി നമുക്കങ്ങനെ വരില്ല. നമ്മളെ സൃഷ്ടിച്ച ഓരോ കർമ്മം ചെയ്യാനാണ്. നമ്മളെ മനസ്സിൽ ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ
എന്തിനാണോ സൃഷ്ടിച്ചത് ആ കർമ്മമെല്ലാം നടക്കുകയാണ്. അപ്പം എപ്പോഴാണ് ആഗ്രഹം ഇല്ലാതാകുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ശാന്തത ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി നടക്കും. ഒരാഗ്രഹം തീരുമ്പം വേറൊരാഗ്രഹം, അങ്ങനെ പോകും. അപ്പം മനസ്സ് ശാന്തമാകുന്നത് നമ്മളെ മനസ്സിൽ ആഗ്രഹം ഇല്ലാതിരിക്കണം. അതെപ്പോഴാണ് നമ്മളെ കർമ്മം തീരുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. അത് ആ ശക്തി തന്നെ തീരുമാനിക്കുകയാണ്. നമുക്ക് ഇനി കർമ്മമില്ല എന്ന് തോന്നുമ്പോഴേ നമുക്ക് എന്തുള്ളൂ, മുക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിരക്തി വരികയുള്ളൂ. അങ്ങനെ വിരക്തി വന്നവനും ഈ ആനന്ദസുഖം അനുഭവിക്കും. അപ്പോൾ ആ വിരക്തി വരണ്ടെങ്കിലും ആനന്ദസുഖം അനുഭവിക്കണമെങ്കിൽ ആ ശക്തി തന്നെ വിചാരിക്കണം, ഇനിയൊരു ജോലി ഇവന് കൊടുക്കാനില്ല, ഇവനിനി, അപ്പോൾ ഒരാഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം വിരക്തി വരും. അപ്പം നമുക്ക് അപ്പോഴാണ് ആനന്ദസുഖം അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. ശബ്ദം ഏതെങ്കിലും നിമിത്തത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശബ്ദം ഉണ്ടാകുന്നത് തന്നെ ചില പ്രത്യേക നിമിത്തങ്ങളിലാണ് ശബ്ദം ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അതുപോലെ പഞ്ചതത്വത്തിലും നിമിത്തഭാവമാണുള്ളത്. ഇപ്പോൾ ഒരു കല്ലായിട്ട് ഖരരൂപത്തിൽ, പഞ്ചതത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഖരമായിട്ട് നിൽക്കുന്നു. ആ ഖരമായിട്ട് നിൽക്കുന്നത് ഒരു നിമിത്തം കൊണ്ടാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ ചൂടെല്ലാം ഒരു പ്രത്യേകതയാകുമ്പോൾ ആ കല്ലങ്ങനെ നിൽക്കും. നേരമറിച്ച് പെട്ടെന്നൊരു വലിയ ആകാശത്ത് തീകോളം വന്ന് ആ കല്ലുമ്മൽ വീണ് പോയാൽ അത് ദ്രവമായി മാറും. ഖരം ദ്രവമായിട്ട് മാറിപ്പോകും പെട്ടെന്ന്. അതാണ് നിമിത്തമാണ്. അപ്പോൾ ഓരോ നിമിത്തത്തിലാണ് ഓരോന്നിൻ്റെയും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളായാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഓരോ നിമിത്തങ്ങളനുസരിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിമിത്തത്തിൽ ജ്യോതിഷത്തിന് വലിയ പ്രാധാന്യം. ആ നിമിത്തം മാറുമ്പോൾ അതിൻ്റെ അവസ്ഥ തന്നെ ചിലപ്പോൾ മാറിപ്പോകും. ഭൂമി തന്നെ ചിലപ്പോൾ എന്തായിപ്പോവും, പ്രത്യേക നിമിത്തങ്ങളിൽ കത്തിക്കരിഞ്ഞില്ലാതെയായി. എന്നാൽ പരമാനന്ദ സ്വരൂപം സർവവിഷയ ശൂന്യമാണ്. എന്നാൽ ഈ പരമാത്മാവ് എന്ന് പറയുന്ന സംഗതി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതിന് നിമിത്തമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സത്യം, ആ തത്വം, അതിനെന്തില്ല, ഈ നിമിത്തമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിൽ ശബ്ദത്തിനോ നിലനിൽക്കില്ല. അതിന് ശബ്ദവും ഒന്നും, നമ്മളിപ്പോൾ ശബ്ദിച്ചുകൊണ്ടൊന്നും നിലനിൽക്കില്ല എന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ അതിനെ സ്തുതിച്ചുകൊണ്ട് കുറേ പാടിയത് കൊണ്ടൊന്നും അതൊന്നും അവിടെ നിലനിൽക്കില്ല. ഈ നമ്മളീ പറയുന്നതും വല്ലതും നിവേദിക്കുകയെല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് കിടക്കുന്നതാണ്. ആ ബ്രഹ്മത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇപ്പം നമ്മൾ കുറേ ശബ്ദിച്ചുകൊണ്ട് കുറേ അതിന് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ എന്തൊക്കെ നിവേദിച്ചത് കൊണ്ടോ അതൊന്നും ബ്രഹ്മവുമായിട്ടായിരുന്നു. ബ്രഹ്മത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിൽ ശബ്ദം നിലനിൽക്കില്ല. നമ്മൾ എന്തെങ്കിലും ശബ്ദം പ്രകടിപ്പിച്ചത് കൊണ്ടൊന്നും അതിൽ നിലനിൽക്കില്ല. അവിടെ അതൊന്നും ഏൽക്കില്ല. മനസ്സ് സൂക്ഷ്മവും സർവഗോചരവുമാണ്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ്. അത് പലയിടത്തും സഞ്ചരിക്കുന്നുണ്ട്. ഇനി അടുത്തതിൽ മനസ്സും മറ്റ് ഇന്ദ്രിയങ്ങളെയും ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ്. അത് നോക്കാം. യസ്മാത് ശ്രോത്രത്വഗാക്ഷ്യാമി ഖാദി കർമ്മേന്ദ്രിയാണി ച വ്യാവൃത്താനി പരം പ്രാപ്തും ന സമർത്ഥാനി താനി തു തദ്ബ്രഹ്മാനന്ദമദ്വന്ദ്വം നിർഗുണം സത്യചിത്ഘനം വിദിത്വാ സ്വാത്മരൂപേണ ന ബിഭേദി കുതശ്ചന ഏവം യസ്തു വിജാനാതി സ്വഗുരോരുപദേശത സ സാധ്വസാധുകർമ്മഭ്യാം സദാ ന തപതി പ്രഭു. അതിനാൽ മനസ്സ് സർവ്വയിടത്തും വ്യാപരിക്കുന്നു. എന്നാൽ കണ്ണ്, തൊലി, കാത്, ശബ്ദം, സ്പർശം, വാക്ക് മുതലായവ പരിമിത ശക്തിയോടുകൂടിയതാണ്. അതിനാൽ അപരതത്വപ്രാപ്തിക്ക് അസമർത്ഥമാണ്. ദ്വന്ദ്വാതീതനും നിർഗുണനും സത്യസ്വരൂപനുമായ ബ്രഹ്മം താനെന്ന് കരുതുന്നവൻ ഭയരഹിതനാകുന്നു. അവൻ ആത്മസാക്ഷാത്കാരം നേടുന്നു, പരമാനന്ദമറിയുന്നു. പിന്നെ ദുഃഖത്തിനിടമില്ല.
ഇവിടെ മനസ്സ് സർവ്വയിടവും വ്യാപിക്കുന്നു. നമ്മളെ മനസ്സിൻ്റെ പ്രത്യേകത പറയുകയാണ്, അതിന് എല്ലായിടത്തും സഞ്ചരിക്കാനുള്ളൊരു കഴിവുണ്ട് മനസ്സിന്. എന്നാൽ കണ്ണ്, തൊലി, കാത്, ശബ്ദം, സ്പർശം, വാക്ക്, മൂലാവ പരിമിത ശക്തിയോട് കൂടിയതാണ്. പക്ഷേ നമ്മളെ കണ്ണിനും കാണുന്നതിനും കേൾക്കുന്നതിനും സ്പർശിച്ചു നോക്കുന്നതിനും എല്ലാം ഒരു പരിധിയുണ്ട്. അതിനപ്പുറം മനസ്സ് പോകുന്നുണ്ട്. മനസ്സിലൂടെ കുറേ ഇപ്പം നമുക്ക് മനസ്സിന് വേണ്ടിയെങ്കിൽ അങ്ങ് സ്വർഗലോകത്തിലെല്ലാം പോയിട്ട് വരാം. പക്ഷെ കണ്ണിനെല്ലാം ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തത്വപ്രാപ്തിക്ക് അസമർത്ഥമാണ്. തത്വപ്രാപ്തിക്ക് അസമർത്ഥമാണ്. അപരാ സയൻസ്, നമ്മൾ അപരാ സയൻസ് എന്ന് പറഞ്ഞാൽ ആധുനിക സയൻസ് കണ്ണുകൊണ്ട് കണ്ടതും ശബ്ദം കൊണ്ട് കേട്ടതും സ്പർശിച്ചു നോക്കിയിട്ടും കേട്ടിട്ടും ശബ്ദങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഊർജം എല്ലാത്തിൻ്റെയും സഹായത്താലാണ് നമ്മൾ സയൻസ് എല്ലാം പഠിക്കുന്നത്. കണ്ട് കേട്ട് അതിനെല്ലാം സ്പർശിച്ചു നോക്കി ഗവേഷണം നടത്തി ഊർജത്തിൻ്റെ സഹായത്താലെല്ലാം ഗവേഷണങ്ങളെല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ശാസ്ത്രം, അത് ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസാണ്. അതിനാണ് അപരാ സയൻസ് എന്ന് പറയുകയാണ്. അത് തത്വപ്രാപ്തിക്ക് അസമർത്ഥമാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്പുറത്തുള്ള സംഗതിക്ക് അത് അസമർത്ഥമാണ്. ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറമുള്ളത് ഇതുകൊണ്ട് കണ്ണും മൂക്കൊന്നും നോക്കിയിട്ടൊന്നും മണത്ത് നോക്കിയിട്ടൊന്നും അല്ലെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടൊന്നും അതിൻ്റെ അപ്പുറത്തുള്ള സയൻസിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ദ്വയത്തിനതീതനും, അത് ദ്വയത്തിനതീതനാണ്. ഈ പരാ സയൻസിൽ വരുന്ന എല്ലാം ദ്വയമായിട്ടാണുള്ളത്. അല്ല, അപരാ സയൻസിൽ വരുന്നത്, അതായത് ആധുനിക സയൻസ് എല്ലാം ദ്വയമായി ഉണ്ടായതിൻ്റെ ശേഷമുള്ളതാണ്. ആ ദ്വയമാകുന്നതിന് മുമ്പിലുള്ള തുടക്കത്തിലുള്ളതാണ് ബ്രഹ്മം. അത് നിർഗുണനാണ്, അതിന് ഒരു ഗുണവുമില്ല. ആ ഗുണമൊന്നുമില്ലാതെ തന്നെ നമ്മൾ എന്ത് ഉപകരണം വെച്ചാണ് അളക്കുന്നത്? ഗുണമില്ലെങ്കിൽ പിന്നെ ഗുണം അളക്കാനൊന്നുമില്ല. സത്യസ്വരൂപനമായ ബ്രഹ്മം താനെന്ന് കരുന്നവൻ. അപ്പോൾ അത് സത്യസ്വരൂപൻ. അങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, അത് ദ്വയവുമില്ല, അത് ഏകനാണ്, ഒരൊറ്റ ഈശ്വരനാണ്. ആ ഒരൊറ്റ ഈശ്വരൻ, ആ ബ്രഹ്മം ഞാനാണ്, ഞാൻ തന്നെയാണ് എന്ന് കരുതുന്നവൻ ഭയരഹിതനായിത്തീരുന്നു. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത് എന്നുള്ള ആ പരാസയൻസിലെ തത്വം മനസ്സിലാക്കുന്നവന് എന്തായിത്തീരും? ഭയരഹിതനായിത്തീരും. അപ്പോൾ നമ്മൾ ആ പരാസയൻസ്, എന്തിനാണ് ഈ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള സയൻസ്, ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പിലുള്ള ആ സൃഷ്ടി രഹസ്യം മനസ്സിലാക്കുന്നവന് ഒന്ന് മനസ്സിലാകും, അതാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മളെ കൂടെ നിന്ന് അത് തന്നെയാണ് നമ്മൾ എന്ന തത്വം മനസ്സിലാക്കുന്നവന് പിന്നെ ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മളെ കൊണ്ടുകൊണ്ടെടുത്ത് അത് കൊണ്ടുപോയിരിക്കും. പിന്നെ നമ്മളെന്തിനാ വെറുതെ ചിന്തിച്ച് മനസ്സ് ഉണ്ടാക്കുന്നത്? അവന് പിന്നെ ഭയം അകലും. ആ സയൻസ് തത്വം അറിയുന്നതിന് പരാ സയൻസ്, അതിലേക്കാണ് നമ്മൾ അടുത്ത് തന്നെ ക്ലാസ് പോകുന്നത്. വേദം ബ്രഹ്മത്തിൽ നിന്നതോടെ മത്സ്യം തൊട്ടല്ല കൂട്ടുന്നത്, ബ്രഹ്മത്തിൽ നിന്ന് തൊട്ട് കൂട്ടാൻ പോവുകയാണ്. അടുത്ത് തന്നെ വേദപഠനം, അതായത് എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വേദപഠനം. ബ്രഹ്മം തൊട്ടിട്ട് പ്രപഞ്ച ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്രമത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ ആ പരാസയൻസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കും, നമ്മളെ അതാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ അത് എത്തിക്കേണ്ടടുത്ത് അത് എത്തിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് അതിനെപ്പറ്റി ഇങ്ങനെ തലമുണ്ടാക്കുന്നത്? അത് തെളിച്ച വഴിക്കങ്ങ് പോയിക്കൊടുക്കുക, അവൻ്റെ ജോലി ചെയ്ത് തീർത്തു കൊടുക്കുക. ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തും. അവർ ഭയരഹിതരാകുന്നു, അവൻ ആത്മസാക്ഷാത്കാരം നേടുന്നു. അപ്പം നമ്മൾ ആത്മസാക്ഷാത്കാരമാണ് അടുത്ത ക്ലാസ്സിലൂടെ നേടാൻ പോകുന്നത്. പരമാനന്ദം അറിയും, അവന് പരമാനന്ദം അറിയാൻ പോവുകയാണ് നമ്മൾ. പിന്നെ ദുഃഖത്തിനിടയില്ല. അതിൻ്റെ ശേഷം ആ ക്ലാസ്സിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് ദുഃഖത്തിനൊന്നും ഇടയില്ല. എല്ലാം അതാണെന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്തതിലേക്ക്